നമ്മോടൊപ്പം ഉണ്ട് മുൻ മന്ത്രി, മുൻ MLA ഒക്കെ കൂടിയായ VS സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്. മഴയൊന്നും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ രാവിലെ? മഴ ഇപ്പൊ പൊടിയുന്നുണ്ടല്ലേ? ശരി, നമുക്ക് കുട ചൂടാം. കുട വേണം. അപ്പോ സുനിലേട്ട എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ പീക്കിലാണ്. ആവേശകരമായിട്ടുള്ള മുന്നേറ്റമാണ് LDF-നെ സംബന്ധിച്ച്. ഇപ്പം ഞാൻ LDF-ന്റെ ഒരാളായതുകൊണ്ട് പറയുന്നതല്ല. ഈ സാധാരണ നിലയിൽ ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം എല്ലാവരും കൂടി ഉണ്ടാക്കുമല്ലോ, ഇല്ലെങ്കിൽ തന്നെ. അപ്പോൾ നിങ്ങൾ മീഡിയകൾക്കും ഒരു പ്രതിപക്ഷ ശബ്ദമായിരിക്കുമല്ലോ നിങ്ങൾ സംസാരിക്കുക. അത് നിങ്ങളുടെ ധർമ്മമാണ്, ഞാനതിനെ കുറ്റം പറയില്ല. പക്ഷെ എന്നിട്ട് പോലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു മുന്നേറ്റം കേരളത്തിൽ വ്യാപകമാണ്. ഞാനിപ്പോൾ പല ജില്ലകളിലും പോയിട്ടുള്ള ഒരാളാണ്. ഇന്നലെ എറണാകുളം ജില്ലയിലുണ്ടായിരുന്നതിന് മുമ്പ് മലപ്പുറത്ത്, ഇപ്പോൾ അങ്ങനെ പല ജില്ലകളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, വളരെ അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഇടതുപക്ഷത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിലുണ്ട്, പ്രത്യേകിച്ച് സാധാരണക്കാർക്കിടയിൽ. അത് ഈ എന്തൊക്കെ പറഞ്ഞാലും ശരി, LDF ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും അവരുടെ ജീവിതാനുഭവങ്ങളും അവർ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. പിന്നെ LSD ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളും ഞങ്ങളുടെ പെർഫോമൻസ് എല്ലാ സ്ഥലത്തും LDF-ന് പിന്നെ ഭരണമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രതിനിധികളൊക്കെ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ആരും മോശക്കാരായിട്ടുള്ള ആൾക്കാരില്ല. ഒരിടത്തും അങ്ങനെ അത് സാധാരണ ഉണ്ടാകുന്ന രീതിയിൽ അഴിമതി ആരോപണങ്ങളോ അങ്ങനത്തെ ആരോപണങ്ങളൊന്നും LDF-ന്റെ പ്രതിനിധികളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും കാണുന്നൊരു കാര്യം അതാണല്ലോ. അപ്പോൾ അവരെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത് തന്നെ, ഇപ്പോൾ 2000 രൂപ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാണല്ലോ ആളുകൾക്ക്. ഇപ്പോൾ ഖജനാവിൽ നിന്ന് എവിടെ നിന്നാണ് പണം എന്ന് VD സതീശൻ ചോദിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഇനി UDF അങ്ങനെ അധികാരത്തിൽ വന്നാൽ ഖജനാവിൽ നിന്ന് എവിടെ നിന്നാണ് പണം എന്ന് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചോദിച്ച ഒരു ആള് ഇവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പ്രതിപക്ഷത്തിന് പിന്നെ UDF-ന് അധികാരം എപ്പോൾ കിട്ടിയാലും ഇവരുടെ അന്നം മുടങ്ങുമെന്ന് അറിയാം, ഇവരുടെ പെൻഷൻ മുടങ്ങുമെന്ന് ജനങ്ങൾക്കറിയാം. അപ്പോൾ പെൻഷൻ മുടക്കികളാണ് UDF-കാരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരുടെ ചരിത്രം അതാണ്. ഇപ്പോൾ 2000 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ സാധാരണ നിലയിൽ പെൻഷൻ തന്നെയാണ് പെൻഷൻ പ്രധാന തുറുപ്പ് ചീട്ടെന്നല്ല പറയേണ്ടത്. അതിനകത്ത് നിങ്ങൾ അങ്ങനെ പറയല്ലേ. കാരണം എന്താ വെച്ചാൽ പെൻഷൻ എന്തുകൊണ്ടാണ് LDF ഗവൺമെൻറ് ഇപ്പോൾ ബീഹാറിലെ നിതീഷ് കുമാർ കാലിൻ്റെ അടിയിൽ മണ്ണ് പോണ എന്ന് കണ്ടപ്പോഴാണ് 10,000 രൂപ കൊടുക്കും തീരുമാനിച്ചത്. അതൊരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമല്ല. ഇതങ്ങനെയല്ല. ഞങ്ങൾ 2000 രൂപ കൊടുത്തിട്ടുണ്ട്, ഇനി 2500 ആക്കും. അവര് പറയുന്നത് പ്രകടന പത്രികയിൽ തുടക്കം മുതൽ തന്നെ കൂട്ടുമെന്ന് പറഞ്ഞിരുന്നു. ഈ അവസാന തെരഞ്ഞെടുപ്പ് മുഖത്ത് അതൊരു സ്റ്റണ്ടായി ആട്ടാണ്. ഞങ്ങൾ കൂട്ടുന്ന സന്ദർഭങ്ങളെ സംബന്ധിച്ച് ഗവൺമെന്റിന്റെ സാഹചര്യം അനുസരിച്ചല്ല ചെയ്യുക. ഇപ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യം എന്താണ്, നിങ്ങൾ ഖജനാവിൽ നിന്ന് എവിടെ നിന്നാണ് പണം? ഞങ്ങളെ പണം കണ്ടെത്തി ഞങ്ങൾ കൊടുക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നു. ഞങ്ങൾക്കിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് സർക്കാരിന് കേരളത്തിന് അർഹതപ്പെട്ട പണം തന്നാൽ ഞങ്ങളിത് 3500 ആക്കുന്നേ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് തരാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരു അക്ഷരം BJP അല്ല കോൺഗ്രസും ഉണ്ടെന്നില്ല. അപ്പോൾ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലോ ഈ പെൻഷൻ കൊടുക്കുന്നുണ്ടോ? വളരെ വൈകാതെ 2500 ആകും. അത് 2500 ഞങ്ങൾ ഈ ഗവൺമെന്റ് കാലത്ത് തന്നെ ആക്കും, ഉറപ്പായിട്ടും. അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചുള്ള കാര്യം. ഞങ്ങൾ ഈ കഴിഞ്ഞ 2 ടേമിലും LDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വ്യതിചലിച്ചിട്ടുണ്ടോ? ഇപ്പോൾ BJP നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞ പോലെ ഈ പ്രകടന പത്രിക എന്നൊക്കെ പറഞ്ഞത് ആളുകളെ പറ്റിക്കാനുള്ളത് പറയുന്നത് BJP-കാരും കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രകടന പത്രിക ഇറക്കുന്നത് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാണ്. അപ്പം ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് എനിക്കൊരു അനുഭവമുണ്ട്. ഞങ്ങൾ അന്ന് ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ ഞായറാഴ്ചകളിലും, അതായത് ഒരു മാസത്തിൽ ഒരു ബുധനാഴ്ച വൈകുന്നേരം ഞങ്ങളെല്ലാ മന്ത്രിമാരിരിക്കും. ഇരുന്നിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്നത്, അത് ചീഫ് സെക്രട്ടറി ഒന്നും ഇല്ലാതെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പിരിക്കലല്ല. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഓരോ വകുപ്പുകളും നടത്തിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ തകരാറാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിന്റെ കുഴപ്പങ്ങളുണ്ടോ, അല്ല എവിടെയാണ് അതിന്റെ തകരാറുകൾ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടാണ് ഒന്നാം LDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ആ കാര്യങ്ങൾ ക്ലിയർ ആക്കിയത്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ LDF പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്
വിചാരിക്കുന്നത്. വോട്ടൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയല്ലേ, അപ്പൊ അതിപ്പോ ആരും നിശ്ചയിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ വികസന നേട്ടങ്ങൾ എണ്ണി നിരത്താനുണ്ട്. അതിന്റെ ആത്മവിശ്വാസത്തിലാണ് നിങ്ങൾ വീടുകൾ കയറി ഇറങ്ങുന്നത്. അപ്പോഴും ഈ ശബരിമല വിഷയം അല്ലെങ്കിൽ ആ ശബരിമല കൊള്ളയിൽ സംസ്ഥാനത്ത് ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു വലിയ ആരോപണം വന്നത് നമ്മുടെ സാധ്യതകൾ കുറച്ചോ, അതിനൊരു തിരിച്ചടിയെ പ്രത്യേകിച്ച് വടക്കുന്നാഥന്റെ മണ്ണിൽ? അല്ല, ശബരിമല ഞാനിപ്പോ വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നാണ് പറയുന്നത്. ശബരിമല വിഷയത്തില് ഇടതുപക്ഷ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അതിൽ അവരുടെ കൈകൾ പരിശുദ്ധമാണ്. മാത്രമല്ല, ഞങ്ങൾ ഒരിക്കലും ഒരു ദേവാലയമോ അല്ലെങ്കിൽ ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഴിമതിയും നടത്താൻ കൂട്ടുനിൽക്കുന്നവരല്ല ഇടതുപക്ഷക്കാർ എന്ന കാര്യം ഈ നാട്ടിൽ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന സമീപനം എന്താണ്? ഇപ്പോൾ SIT അതിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ ഇപ്പോൾ കോടതിയുടെ കൺട്രോളിലാണ് നടക്കുന്നതെങ്കിൽ പോലും എവിടെയെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഡിലേ ഈ അന്വേഷണത്തെ മരവിപ്പിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനോ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഞങ്ങളതിനകത്ത് സ്വതന്ത്ര സമീപനം എടുത്തിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അത് എവിടെ എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിലും പുറത്താക്കിയില്ല. ഇപ്പോഴും പാർട്ടി നടപടി എടുത്തില്ല. പത്മകുമാർ CPM-ന്റെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വൈകുന്നത് ഒരു പ്രയാസമില്ല. പത്മകുമാർ ഇപ്പൊ പാർട്ടിക്കകത്ത് അയാൾ നടപടിക്ക് വിധേയനാണല്ലോ. അയാൾ എവിടെ ഇരിക്കേണ്ട ആളായിരുന്നു? അയാളെ അവിടെ CPM എടുത്തിരിക്കുന്ന നിലപാട് അയാളോട് കൃത്യമായ രീതിയിൽ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പത്മകുമാറിനോട് എന്തെങ്കിലും ഇപ്പോ പിന്നെ പല വിഷയത്തിലും കോൺഗ്രസ്സുകാരെടുക്കുന്ന സമീപനാണോ? ഞങ്ങളിപ്പോ രാവിലെ പുറത്താക്കി, സസ്പെൻഷനായി. അവർക്ക് മുൻ KPCC പ്രസിഡന്റൊക്കെ എന്താ പറയുന്നത്? നിങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്യുന്നതല്ലേ, ഞങ്ങളല്ലല്ലോ. ഞങ്ങളങ്ങനെ ആരെങ്കിലും CPM ഇടതുപക്ഷക്കാരോ ഇവരാരെങ്കിലും ആയിരിക്കുന്നുണ്ടോ? ഉപ്പ് എന്നവരാരെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. റിപ്പോർട്ട് കോടതിയിൽ വരും, അതില് ദേവസ്വം മന്ത്രി അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന തരത്തിലെ മറ്റു വിമർശനം ദേവസ്വം മന്ത്രി മാത്രമല്ല, തന്ത്രിമാർക്കിൽ ബന്ധല്ലേ? തന്ത്രിമാരുടെ ബന്ധത്തെ അല്ല ആയിക്കോട്ടെ, മന്ത്രിമാർക്കുണ്ടെങ്കിൽ മന്ത്രിമാർക്ക്, തന്ത്രിമാർക്കുണ്ടെങ്കിൽ തന്ത്രിമാർക്ക്. ഇതിലെന്താന്ന് വെച്ചാൽ ഇതൊന്നും ഗവൺമെന്റ് കൂടി ഇരുന്ന് ആലോചിച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ പിന്നെ ഉദ്യോഗസ്ഥരിൽ നിൽക്കുന്നവർക്കോ ഇത്തരം കാര്യങ്ങൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയവരെ കൃത്യമായി ശിക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയിൽ രാഷ്ട്രീയ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്. അതിലൊന്നും ഞങ്ങൾ പതറേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾക്ക് അതിനെപ്പറ്റി യാതൊരു ആശങ്കയില്ല. ഞാനത് പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ചാഞ്ചല്യങ്ങളായിട്ട് പറയുന്നതല്ല. ഇതിലൊന്നും ഒരു കാരണവശാലും ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് സത്യസന്ധമായ നിലപാടാണ്. എവിടെ പ്രതികരിക്കപ്പെട്ടാലും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും അന്വേഷണ സംവിധാനത്തിനും കോടതിക്കും ഒക്കെ തന്നെ അവരുടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് അന്വേഷിക്കുന്നത്. അല്ല ഞങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് അവരെ പിന്നിന്ന് പിടിക്കാനോ അല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ഞങ്ങൾ നിൽക്കൂല. ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെന്താ ശ്രീ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കിയത്. അത് ജനങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും തരത്തിൽ ഈ ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ സംശയത്തിന്റെ ലാഞ്ചന പോലും ഉണ്ടാകാൻ പാടില്ല. നല്ലൊരു നീക്കം. ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ തിരിച്ചു വന്നാലേ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ മുൻകാലങ്ങളിലൊന്നുമില്ലാത്ത വിധം വിമത ശല്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDF-നെ CPI അവർ അലട്ടുന്നു. ഇവിടെ തന്നെ ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ ബീന കണ്ണൻ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതിലൊന്നും ഒരു പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല, അതിപ്പൊന്നുമല്ല, എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇവരൊക്കെ സ്വതന്ത്രന്മാരാണല്ലോ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മൊത്തം സ്വതന്ത്രന്മാരുടെ എണ്ണം 10,000-ൽ മേലെയാണ്, ഇപ്പൊ 5,000-ൽ താഴെയാണ്. അപ്പൊ അന്ന് ഈ സ്വതന്ത്രന്മാരെന്ന് പറയുന്ന ആൾക്കാർ പല റിബലുകളായിട്ട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും പല താല്പര്യക്കാരുണ്ടാവും. അതൊന്നും പാർട്ടി കാര്യത്തിൽ എന്താ അല്ല, അത് ഞങ്ങളുടെ പാർട്ടി അവരെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ അതിലെന്താ സംസാരിക്കുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥി പിന്നെ LDF സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണ്. വ്യക്തികളല്ല. നമ്മളൊക്കെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാനാണെങ്കിലും പാർട്ടിയുടെ ഏറ്റവും വലിയ ആളാണെങ്കിലും അവരെയൊക്കെ ജനങ്ങൾ അംഗീകരിക്കുന്നത് പാർട്ടിയുടെ ഒരു അവരെ പിന്നിലുള്ളൊരു പ്രസ്ഥാനത്തെ, അവരെ പിന്നിലുള്ളൊരു മുന്നണിയെ കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. 90% ആൾക്കാർ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നുകയാണ് ഇതൊക്കെ എൻ്റെ വകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ചികിത്സിച്ച് ഭേദാക്കാൻ പറ്റില്ല. അതാണ് ബീനാമരുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇവിടെയുണ്ടല്ലോ ഇപ്പോഴത്തെ മേയർ MK വർഗീസിനെതിരെ താങ്കൾ പലപ്പോഴായി രംഗത്തെത്തുന്നു, ചില പരാതികൾ, അതുമായി ബന്ധപ്പെട്ടുന്ന ഒരു പരാമർശം ഈ വേളയിൽ ഞാൻ നടത്താൻ ഉദ്ദേശിക്കും. കാരണം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരമാണ് അയാൾ മേയറായതും തുടർന്നതും. അപ്പോൾ അത് രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ്. ആ രാഷ്ട്രീയ തീരുമാനം തെറ്റാണെന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല.
ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലയിരുത്തപ്പെടേണ്ട അദ്ദേഹം നടത്തിയ ഇടപെടലുകൾക്കെതിരെ താങ്കൾക്ക് അല്ല അതിനെ സംബന്ധിച്ചുള്ള പരാതികളൊക്കെ ഞാൻ അന്ന് പറയും, അത് ജനങ്ങളെ അറിയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്നൊന്നും ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അതൊരു വിഷയമല്ലല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ കാര്യം പറഞ്ഞ് സംസാരിക്കേണ്ട കാര്യം എന്താ? നമ്മള് പൂരത്തിന്റെ കഥ പറഞ്ഞ് കണ്ടു കളയണോ? ഉണ്ടല്ലോ, അത് വേണ്ട, ആ പരിപാടി ഇല്ല. അപ്പൊ ഇത്തവണ അങ്ങനെ ടൈറ്റ് വരുന്ന മറ്റൊരാളെ വിമതനെ കൂട്ടുപിടിച്ച് ഭരിക്കാതെ ക്ലീൻ ആയിട്ട് ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ ക്ലീൻ മെജോറിറ്റി LDF കിട്ടും. ഇവിടത്തെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെയാണ് ഇത്. ഇവിടെ 2000 കോടി രൂപയുടെ വികസനം നടന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ LDF ഗവൺമെന്റും കോർപ്പറേഷനും കൂടി നടത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ IM വിജയൻ സ്റ്റേഡിയം, ഞാൻ കൃഷി മന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ഞാൻ ഇവിടുത്തെ MLA ആയിരിക്കുന്ന സമയത്താണ് കേരള ഗവൺമെന്റ് കിഫ്ബിയിൽ കൊടുത്ത ഒരു ഫണ്ടിൽ നിന്നുണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ്. കോർപ്പറേഷൻ സ്ഥലം കൊടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ്. ഇവിടുത്തെ UDF ഭരിക്കുമ്പോൾ ഈ ലാലൂർ എന്ന് പറയുന്ന മാലിന്യ കുപ്പയായിട്ട് കിടന്നിരുന്ന ആ സ്ഥലം, അത് അവർക്ക് ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ലല്ലോ. ലാലൂരിൽ ആ പദ്ധതി കൊണ്ടുവന്നത് LDF ആണെന്ന് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ ജനങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാണ്ടിരിക്കുക? ലാലൂർ സ്റ്റേഡിയം അവസാനമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വ്യക്തിപരമായ ചോദ്യം. VS സുനിൽകുമാർ ഇപ്പോൾ ഫ്രീ ആണ്, എന്താണ് ഭാവി പരിപാടികൾ? ഞാൻ ഫ്രീ ഒന്നുമല്ല, ഞാനിവിടെ പാർട്ടിയിൽ ഫുൾ ടൈം പ്രവർത്തിക്കുകയാണ്. എനിക്കിപ്പോ സമയമില്ലേ സത്യം പറഞ്ഞാല്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ എങ്ങനെ ഫ്രീ ആവുക? ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മള് അല്ലല്ല, ഞാൻ കളത്തിലുണ്ടാവും, പക്ഷെ സംഘാടകനായിട്ട് അവരുണ്ടാവുക. അതായത് പാർട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന MLA-ക്കാൾ കൂടുതൽ പണിയാണ്. MLA ആയിരിക്കുമ്പോൾ മന്ത്രി ആയിരിക്കുമ്പോൾ നമുക്ക് ആ പ്രവർത്തനങ്ങളാണ്. ഇവിടെ അതല്ല, ഇവിടെ നമ്മൾ സംഘടനാ പ്രവർത്തനം. ഇപ്പോൾ എനിക്ക് മലപ്പുറം ജില്ലയിൽ ചാർജ് ഉണ്ട്, തൃശ്ശൂർ ജില്ലയിലും ചുമതലയുണ്ട്, മറ്റു പല ജില്ലകളിലും പോണ്ടി വരും. അപ്പോൾ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇരിക്കാൻ നേരമില്ലാത്ത രീതിയിലുള്ള വർക്ക് ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയാണ് ഞാൻ ഫ്രീ ആന്ന് പറയാ. പൂരം കലക്കലൊക്കെ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടോ? അതൊക്കെ ഇങ്ങനെ സംസാരിക്കും. പൂരം കലക്കിയവരൊക്കെ അതിനുള്ള വെള്ളം കുടിക്കും. ഇവിടെ കാണണ്ടല്ലോ, അപ്പൊ ആളുകൾക്ക് അത് മനസ്സിലാവുമല്ലോ. പൂരം കലക്കിയവരൊക്കെ പെടും. വെള്ളം കുടിക്കുന്നുണ്ടോ കലക്കിയവര്? നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്. കലക്കിയവരും കലക്കിച്ചവരൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. അതൊരു വിഷയമാവും. തദ്ദേശ ജനങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. ഇപ്പൊ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടല്ലോ, വലിയ വലിയ സംഭവങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിപ്പോഴും ജനങ്ങളുടെ ഒപ്പമുള്ള ആൾക്കാരാണ്. നമ്മൾ തപാലിൽ നീന്തൽ പഠിച്ച ആളല്ല, ഓൺലൈനിലല്ല നീന്തൽ പഠിച്ചുള്ള നമ്മൾ ജനങ്ങളുടെ ഇടയിലാണ്. അതിന് വ്യത്യാസമുണ്ട്. അത് ഗംഭീര പ്രതികരണം. അപ്പോ താങ്ക് യു ശ്രീ VS സുനിൽകുമാർ, ഈ തിരക്കൽക്കൾക്കിടയിലും രാവിലെ എത്തിയത്.